ഹലോ കൂട്ടുകാരെ, എല്ലാവർക്കും മാഗ്നമിൻ്റെ മലയാളത്തിൻ്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് സ്വാഗതം. നമ്മൾ ഡെയിലി ചെയ്യാനുള്ള അർജുന ബാച്ച് 2.0യുടെ ഫസ്റ്റ് ക്ലാസ്, ഈ ആഴ്ചത്തെ ഫസ്റ്റ് ക്ലാസ്. ഈ ആഴ്ചത്തെ നമ്മുടെ ടോപ്പിക്ക് HCF ആൻഡ് LCM ആണ്. ആഴ്ചയിൽ 7 ദിവസം ക്ലാസ് കാണും. 7 ദിവസം മാക്സിമം. എന്തെങ്കിലും അത്രയ്ക്ക് പ്രശ്നം ഉണ്ടെങ്കിൽ ക്ലാസ് ഇല്ലാതിരിക്കും. അപ്പോൾ 7 ദിവസത്തിൽ നമ്മൾ ഇന്നത്തെ ഈ വീക്കിലെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ HCF ആൻഡ് LCM ആണ്. ഓരോ ക്ലാസ്സിൽ നമ്മൾ 5 ക്വസ്റ്റ്യൻ വെച്ച് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ മാക്സിമം വളരെ കുറച്ചുള്ള സമയത്തിൽ 5 ക്വസ്റ്റ്യൻ നിങ്ങൾക്ക് വേണ്ടി പ്രീവിയസ് ഇയറിലെ ബുക്ക് SSCയുടെ ലേറ്റസ്റ്റ് ബുക്കിൽ നിന്ന് എന്ത് ചെയ്യുന്നതായിരിക്കും, സൊല്യൂഷൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും നന്നായിട്ട് പഠിക്കുക. നമ്മുടെ ചാനലിൻ്റെ ഡീറ്റെയിൽസ് ആണ്, എല്ലാ വീഡിയോസും കാണുക, സ്ട്രാറ്റജി വീഡിയോ കാണുക. ഇപ്പം ക്ലാസ് തരാൻ ടൈം ഇല്ലാത്തതുകൊണ്ടാണ് എന്തൊക്കെ ചെയ്യണം എന്നുള്ള റിസോഴ്സസ് ഫുള്ള് അതിനകത്ത് പറഞ്ഞിട്ടുണ്ട്. നിങ്ങൾ എന്നുള്ള കാര്യങ്ങൾ മാക്സിമം കണ്ട് പഠിക്കുക. ഈ ചാനലിൽ വരുന്ന എല്ലാ കാര്യങ്ങളും നിങ്ങൾക്ക് വളരെ യൂസ്ഫുൾ ആയിട്ടുള്ള കാര്യങ്ങളായിരിക്കും. യെസ്, ഓക്കെ. ഇത് ക്വസ്റ്റ്യൻ ആണ് LCM ഓഫ് X സ്ക്വയർ. അപ്പോൾ നമ്മൾ LCM HCFിൻ്റെ കംപ്ലീറ്റ് ക്ലാസ് ഏകലവ്യ ബാച്ചിൽ ചെയ്തിട്ടുണ്ട്. അത് കാണാത്തവർ അത് ദയവായിട്ട് കണ്ടിട്ട് വരിക. അപ്പോൾ ഇവിടെ നോക്കേ, LCM ഓഫ് X സ്ക്വയർ മൈനസ് 8x പ്ലസ് 15 ആൻഡ് X സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. ഓക്കെ, അപ്പോൾ ഇതിനകത്ത് രണ്ടിലും കോമൺ ആയിട്ടുള്ള ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ് വേണ്ടത്. അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ സോൾവ് ചെയ്യാം? X സ്ക്വയർ മൈനസ് 8x പ്ലസ് 15, പ്രോഡക്റ്റ് 15ഉം സമ്മ് -8 ആയിട്ടുള്ള രണ്ട് നമ്പർ കണ്ടുപിടിക്കണം. അപ്പോൾ പ്രോഡക്റ്റ് 15ഉം സമ്മ് -8 ആയിട്ടുള്ള രണ്ട് നമ്പേഴ്സ് എന്ന് പറഞ്ഞാൽ നമുക്ക് വേണമെങ്കിൽ ഓപ്ഷനിൽ നോക്കാം. അപ്പോൾ 3ഉം 8ഉം ആണ്, -3ഉം -3ഉം 5ഉം ആണ്, -3 -5 ആണ്. അപ്പോൾ ഈ നമ്പറിനെ എനിക്ക് എങ്ങനെ എഴുതാം? x - 3 ഇൻറ്റു x - 5 എന്ന് എഴുതാം. പ്രോഡക്റ്റ് 15ഉം സം എന്താണ്? -8. ഈ നമ്പറിനെ എനിക്ക് എങ്ങനെ എഴുതാം? x സ്ക്വയർ മൈനസ് 5x പ്ലസ് 6. പ്രോഡക്റ്റ് 6ഉം സമ്മ് -5 നിങ്ങളുടെ നമ്പർ ഏതാണ്? x - 3 ഇൻറ്റു -3 -2 ആണ്. x - 3 ഇൻറ്റു x - 2 എന്ന് എഴുതാം. അപ്പോൾ ഇത് കോമൺ ആയിട്ടുള്ള നമുക്ക് ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ ഈ രണ്ട് നമ്പറിലും കോമൺ ആയിട്ടുള്ള എല്ലാം നമ്മുടെ LCMലും എന്ത് വേണം? കോമൺ ആയിട്ട് വേണം. x - 3 ഇവിടെ ഉണ്ട്. അപ്പോൾ നമ്മുടെ LCMൽ എന്ത് കണ്ടേ പറ്റൂ? x - 3 കണ്ടേ പറ്റൂ. x - 5 ഇവിടെ ഉണ്ടെങ്കിൽ x - 5 നമ്മൾ കണ്ടേ പറ്റൂ. x - 2 ഇവിടെ ഉണ്ടെങ്കിൽ x - 2 ഇവിടെ കണ്ടേ പറ്റൂ. അങ്ങനെയുള്ള ഓപ്ഷൻ ഇതുണ്ട്. x - 3 ഇൻറ്റു x - 5 ഇൻറ്റു x - 2, x - 5 x - 2 x - 3. ഓപ്ഷൻ ബി നമുക്ക് ആൻസർ കൊടുക്കാം. LCM എന്ന് പറഞ്ഞാൽ എന്ത് വേണം? ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ ആണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടറിലാണ് വെച്ചേക്കുന്നത്, മൾട്ടിപ്പിൾ ആണ്. അപ്പോൾ അതായത് ഇവിടെ x - 3 ഇതിൻ്റെ രണ്ടിൻ്റെയും ഈ ഒരു നമ്പർ എന്ന് പറഞ്ഞാൽ എന്തായിരിക്കും? ഇതിനെയും വെട്ടും ഇതിനെയും വെട്ടും. എൻ്റെ അർത്ഥം എന്ന് പറഞ്ഞാൽ ഇതിനകത്തുള്ള എല്ലാം LCM കാണും, ഇതിനകത്തുള്ള എല്ലാം LCM കാണും. അത് ഒരു വട്ടം എഴുതിയാൽ മതി. അതുകൊണ്ടാണ് ലീസ്റ്റ്. x³ ഇവിടെയുണ്ട്, x - 3 ഇവിടെയുണ്ട്, x - 3 ഇവിടെ ഉണ്ടെന്ന് പറഞ്ഞിട്ട് x - 3യുടെ സ്ക്വയർ എഴുതണമെന്നില്ല. അതുകൊണ്ടാണ് ലീസ്റ്റ് നമ്മൾ പറയുന്നത് കേട്ടോ. കോമൺ മൾട്ടിപ്പിൾ എഴുതാനല്ല, ലീസ്റ്റ് കോമൺ മൾട്ടിപ്പിൾ എഴുതാനാണ് പറഞ്ഞത്. വളരെ ഇമ്പോർട്ടൻ്റ് ആണ് ക്വസ്റ്റ്യൻ. അടുത്ത, ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ദാറ്റ് ക്യാൻ ബി യൂസ് ടു മെഷർ എക്സാക്ട്ലി ദ ലെങ്ത്. നിങ്ങൾക്ക് ഈ ക്വസ്റ്റിൻ്റെ ഇത് കണ്ടാലറിയാം, ലേറ്റസ്റ്റ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ്. യൂസ് ടു മെഷർ എക്സാക്ട്ലി ദ ലെങ്ത് 3 മീറ്റർ 15 സെൻറ്റിമീറ്റർ പറഞ്ഞാൽ 315 സെൻറ്റിമീറ്റർ. 1 മീറ്റർ എന്ന് പറഞ്ഞാൽ 100 സെൻറ്റിമീറ്റർ ആണ്. 5 മീറ്റർ എന്ന് പറഞ്ഞാൽ 500 സെൻറ്റിമീറ്റർ. 6 മീറ്റർ 85 സെൻറ്റിമീറ്റർ എന്ന് പറഞ്ഞാൽ 685 സെൻറ്റിമീറ്റർ. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ഏറ്റവും വലിയ ഫാക്ടർ, ഹയസ്റ്റ് കോമൺ ഫാക്ടർ കണ്ടുപിടിച്ചാൽ നമുക്ക് മനസ്സിലാവും ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് ആണ്. ഇതിനെല്ലാം എന്ത് ചെയ്യാൻ പറ്റുന്നത്? ഡിവൈഡ് ചെയ്യാൻ പറ്റുന്നത്. അപ്പോൾ നമ്മൾ ഓപ്ഷനിൽ നിന്ന് നോക്കുക. ഓപ്ഷനിൽ നിന്ന് ഏറ്റവും വലിയ നമ്പർ എടുത്ത് നോക്കുക. 11 ഇതിൻ്റെ മൾട്ടിപ്പിൾ ആണ്. 500ൻ്റെ മൾട്ടിപ്പിൾ ഒരിക്കലും അല്ല. അപ്പോൾ 11 അല്ല. 7 500ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 9 500ൻ്റെ മൾട്ടിപ്പിൾ അല്ല. 3നെ വെട്ടണം. അപ്പോൾ ബാക്കിയുള്ള 6 മാത്രമേ ഉള്ളൂ, 5 മാത്രമേ ഉള്ളൂ. 5 ബാക്കി എല്ലാത്തിൻ്റെ മൾട്ടിപ്പിൾ. അതിൻ്റെ അർത്ഥം എന്താണ്? 5 ഈ 3 നമ്പേഴ്സിനെ ഡിവൈഡ് ചെയ്യുന്ന ഗ്രേറ്റസ്റ്റ് പോസിബിൾ ലെങ്ത് എന്ന് പറയുന്നത്. വളരെ ഈസി ആയിട്ടുള്ളത്. ഇത് അർജുന ബാച്ചാണ്. അർജുന ബാച്ചിൻ്റെ സൊല്യൂഷൻ ഏറ്റവും ബെസ്റ്റ് സൊല്യൂഷൻ ആയിരിക്കും. വാട്ട് ഈസ് HCF ഓഫ് x6+1 ആൻഡ് x4 - 1? അപ്പോൾ ഇതിൻ്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ വേണ്ടത്. അപ്പോൾ x6+1 എനിക്ക് എങ്ങനെ എഴുതാം? a³ + b³ നമുക്ക് എഴുതാൻ പറ്റുന്നത് a+b ഇൻറ്റു a² + b² - ab ആണ്. അർജുന ബാച്ച് ഓൾജിബ്ര എടുത്ത് കണ്ടാൽ മതി. അങ്ങനത്തെ ക്ലാസ് ഒന്നും നിങ്ങൾക്ക് എവിടെയും കിട്ടത്തില്ല. ഇപ്പോൾ x6+1 എനിക്ക് എങ്ങനെ എഴുതാം? x² ക്യൂബ് + 1 ക്യൂബാണ്. ഇപ്പോൾ a³ + b³ a വരെ x² കൊടുക്കാം. അപ്പോൾ a വരെ x² കൊടുത്താൽ നമുക്ക് എങ്ങനെ എഴുതാനേ? x² + 1 × a + b ഇൻറ്റു x²ൻ്റെ സ്ക്വയർ x4 + 1ൻ്റെ സ്ക്വയർ 1 പ്ലസ് ആണോ മൈനസ് x² ഇൻറ്റു x² 1 എന്ന് പറഞ്ഞാൽ x² ആണ്. ഓക്കെ, അപ്പോൾ ഇതിനെ നമുക്ക് എങ്ങനെ എഴുതാം? x² + 1 ഇൻറ്റു സംതിങ് എന്ന് എഴുതാം. അപ്പോൾ x4 - 1 എനിക്ക് എങ്ങനെ എഴുതാം? x² + 1 ഇൻറ്റു x² - 1 ആണ്. അപ്പോൾ ഇതിനകത്ത് കോമൺ ആയിട്ടുള്ള ആരാണ്? ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. രണ്ടിലും കോമൺ ആയിട്ടുള്ള ഫാക്ടർ വേണം. ഇവിടെ x² + 1 ഉണ്ട്, ഇവിടെ x² + 1 ഉണ്ട്. അതായത് 1 + x² ആണ് ഇവിടെ കോമൺ ആയിട്ടുള്ളത്. ബാക്കിയുള്ളതിനെ നമ്മൾ നോക്കേണ്ട ആവശ്യമേ ഇല്ല. യെസ്, അടുത്ത ക്വസ്റ്റ്യൻ. ഇത് CPO ക്വസ്റ്റ്യൻ ആണ്. LCM ഓഫ് 2 പ്രൈം നമ്പേഴ്സ് x ആൻഡ് y, x ഗ്രേറ്റർ ദാൻ y ഈസ് 531. ദ വാല്യൂ ഓഫ് 4y - 2x. അപ്പോൾ ഇവിടെ നമുക്ക് രണ്ട് പ്രൈം നമ്പറാണ്. അപ്പോൾ 531 പ്രോഡക്റ്റ് വേണം. 531 പ്രോഡക്റ്റ് വേണമെന്ന് പറഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ഓരോ പ്രൈം നമ്പർ എടുത്ത് നോക്കാം. വേറെ വഴിയൊന്നുമില്ല. ഇപ്പോൾ രണ്ട് പ്രൈം നമ്പർ x ഗ്രേറ്റർ ദാൻ y ആണ്. വലിയ നമ്പർ x ആണ്. അപ്പോൾ അങ്ങനെയാണ് ഏക്ക് കിട്ടും. ഇത് എന്തിൻ്റെ മൾട്ടിപ്പിൾ ആണെന്ന് നോക്ക്. ഇത് പ്രൈം നമ്പർ നോക്കുക. 2ൻ്റെ അല്ല, 3ൻ്റെ അല്ല, 4ൻ്റെ അല്ല, 5ൻ്റെ അല്ല, 5 വേണ്ടല്ല, 5 അല്ല, 7ൻ്റെ ആണോ? 7ൻ്റെ അല്ല, 49 ബാക്കി 41, 8 അടുത്ത 9 11, 11ൻ്റെ ആണോ? അല്ല, 11ൻ്റെ അല്ല, 13ൻ്റെ ആണോ? അതെ, 13 4 52 ബാക്കി 13. അതായത് 13 ഒരു ഫാക്ടറാണ്. അപ്പോൾ 13 ഒന്ന് വന്നു കഴിഞ്ഞാൽ ബാക്കി എത്രയാണ് വരുന്നത്? 13 എടുത്തു കഴിഞ്ഞാൽ 13 ഗുണം 4 4 13 4 52 ബാക്കി 13
13 1 വട്ടം 41. അത് 41 ഗുണം 13 എഴുതി വെച്ചേക്കുന്നത്. അപ്പം നമ്മൾ പ്രൈം നമ്പർ പ്രൈം നമ്പർ ആയതുകൊണ്ട് പ്രൈം നമ്പറിൻ്റെ രീതിയിൽ എന്ത് ചെയ്യണം, അതിനെ സോൾവ് ചെയ്യണം, മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ ഇവിടെ എക്സ് ഗ്രേറ്റർ ദാൻ വൈ ആണ്. എന്ന് പറഞ്ഞാൽ എക്സ് 41 ആണെങ്കിൽ വൈ എത്രയാണ്, 13 ആണ്. ഇപ്പോൾ 4y എന്ന് പറഞ്ഞാൽ 13 ഗുണം 4, അതായത് 52 മൈനസ് എക്സ് എന്ന് പറഞ്ഞാൽ 41. 52 മൈനസ് 41 എത്രയാണ്, 11. ഓപ്ഷൻ എ നമുക്ക് ആൻസർ കൊടുക്കാം. സിമ്പിൾ ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. അടുത്ത ക്വസ്റ്റൻ, ലാസ്റ്റ് ക്വസ്റ്റൻ, ഇന്നത്തെ ലാസ്റ്റ് ക്വസ്റ്റൻ. വാട്ട് ഇസ് ദ HCF ഓഫ് പോളിനോമിയൽസ് x³ - 8, x³ - 6² + 12x - 8, x³ - 4x² + 4x. അതിൻ്റെ HCF ഹയസ്റ്റ് കോമൺ ഫാക്ടർ ആണ്. നമ്മൾ എന്ത് ചെയ്യണം, ഇതിനെ സ്പ്ലിറ്റ് ചെയ്യണം. പിന്നെ സ്പ്ലിറ്റ് ചെയ്യാം. x³ - 8നെ നമുക്ക് എങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാം, x - 2 ഇൻറ്റു x - 2 ഇൻറ്റു x² പ്ലസ് a - b ഇൻറ്റു a³ - b³ എന്ന് പറഞ്ഞാൽ 2ൻ്റെ ക്യൂബാണ്. a - b ഇൻറ്റു a² പ്ലസ് b², 2ൻ്റെ സ്ക്വയർ 4 പ്ലസ് ab എന്ന് പറഞ്ഞാൽ 2 ഗുണം x 2x എന്ന് കിട്ടും. അടുത്ത ഇനി ഇതിനെ എങ്ങനെ സോൾവ് ചെയ്യാം, x³ - 6x² പ്ലസ് 12x - 8, x - 2 ദ ഹോൾ ക്യൂബ് ആണ്. x - 2 ദ ഹോൾ ക്യൂബ് ആണ്. x - 2 ദ ഹോൾ ക്യൂബ് എന്ന് പറഞ്ഞാൽ എന്താണ്, x³ മൈനസ് b³ 8 മൈനസ് 3ab 3 ഇൻറ്റു x ഇൻറ്റു 2, അതായത് 6x ഇൻറ്റു x - 2 ആണ്. പിന്നെ സോൾവ് ചെയ്യുന്ന സമയത്ത് -6x ഇൻറ്റു x മൈനസ് 6x², അതാണ് എഴുതി വെച്ചേക്കുന്നത്. ഇവിടെ -6x ഇൻറ്റു -2 മൈനസ് പ്ലസ് ആവും പ്ലസ് 12x - 8. അപ്പോൾ x - 2ൻ്റെ ഹോൾ ക്യൂബാണ് എഴുതി വെച്ചിരിക്കുന്നത്. ഇതെന്ന് പറഞ്ഞാൽ എന്താ, ഇവിടെ നമുക്ക് എന്ത് ചെയ്യാം, എക്സ് കോമൺ എടുക്കാം. എക്സ് കോമൺ എടുക്കുമ്പോൾ നമുക്ക് x² മൈനസ് 4x പ്ലസ് 4 എന്ന് വരും. എന്ന് പറഞ്ഞാൽ x ഇൻറ്റു x - 2ൻ്റെ ഹോൾ സ്ക്വയർ ആണ്. a - b ദ ഹോൾ സ്ക്വയർ പറഞ്ഞാൽ a² - 2ab പ്ലസ് b². ആൾജിബ്രയുടെ ക്ലാസ് കാണുക. പിന്നെ അതെല്ലാം കോമൺ ആയിട്ടുള്ള ഹൈയസ്റ്റ് കോമൺ ഫാക്ടർ ഏതാ, ഇവിടെ x - 2, ഇവിടെ x - 2, ഇവിടെയും x - 2, എല്ലാത്തിലും x - 2 ഉണ്ട്. അപ്പോൾ x - 2 ആണ് ഇതിന് മൂന്നിലുള്ള കോമൺ ആയിട്ടുള്ള ഫാക്ടർ. അപ്പോൾ ഇന്നത്തെ ഡെയിലി ഡോസ് അല്ലെങ്കിൽ ഡെയിലി അർജുന ബാച്ചിൻ്റെ ക്ലാസ് കഴിഞ്ഞു. 5 ക്വസ്റ്റ്യൻ ചെയ്തു, അടിപൊളിയായിട്ട് ചെയ്തു, നന്നായിട്ട് പഠിക്കുക. ഓക്കെ, അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ അടുത്ത ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. മാക്സിമം ഷെയർ ചെയ്ത് കൊടുക്കുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, വീഡിയോ എല്ലാം കാണാൻ നോക്കുക. ആ സ്ട്രാറ്റജി വീഡിയോ, ഇതുപോലൊരു സ്ട്രാറ്റജി വീഡിയോ നിങ്ങൾക്ക് എൻ്റെ യൂട്യൂബിൽ കിട്ടത്തില്ല, ഞാൻ ഉറപ്പ് തരാം. അത് പ്രിപ്പയർ ചെയ്യുക, അതനുസരിച്ച് സീരിയസ് ആയിട്ട് പഠിക്കുക. ഓക്കെ, ഓൾ ദ ബെസ്റ്റ്, താങ്ക് യു.